ഹായ് ഓൾ, പിങ്കീസ് കുക്കിംഗ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ഞാൻ പീജിയൻ്റെ കോംബി പാക്കിലുള്ള പ്രഷർ കുക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് തുറന്നു നോക്കാം അല്ലെ അതിന് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ തുറന്നപ്പോൾ തന്നെ അതിൻ്റെ യൂസർ മാനുവലും പിന്നെ ആ യൂസർ മാനുവലിൽ തന്നെയാണ് വാറൻറ്റി കാർഡ് ഉള്ളത്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ മാറ്റി വെക്കാം, കാരണം 5 ഇയർ വാറൻറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 2 ലിറ്ററിൻ്റെ, 3 ലിറ്ററിൻ്റെ, 5 ലിറ്ററിൻ്റെ ഇങ്ങനെ 3 പ്രഷർ കുക്കറാണ് വരുന്നത്. ഇതിലവരൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, എല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ തന്നെ ഇത് ഫിറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഫിറ്റിംഗ് അത്ര വലിയ പാടൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻ അതിലുണ്ട്. ഇൻസ്ട്രക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു ഐഡിയ ഉണ്ടാവും. അപ്പം ഡൗട്ടുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻ മാനുവലിൽ നോക്കിയിട്ട് ചെയ്യാം. നമുക്കിത് ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയാലോ. അപ്പോൾ അതിൻ്റെ പാർട്സൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് ഈ കവറിനകത്ത്. അപ്പം ഓരോ കവറിനകത്തൊക്കെയാണ് വെച്ചേക്കുന്നത്. ഈ കവറിനകത്തുള്ളത് നമ്മുടെ 2 ലിറ്ററിൻ്റെയും 3 ലിറ്ററിൻ്റെയും പ്രഷർ കുക്കറിൻ്റെ ഹാൻഡിലും പിന്നെ അതിൻ്റെ മോഡിയുടെ ഹാൻഡിലുമാണ് വെച്ചേക്കുന്നത്. അതിൽ ഫിറ്റിങ്സ്, അതിൻ്റെ സ്ക്രൂ എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, അതെടുത്തങ്ങ് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് പുറത്തെടുക്കാം അല്ലേ. അപ്പോൾ ആ സൈഡിൽ തന്നെ അത് ഫിറ്റ് ചെയ്യേണ്ട വശമുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ ഹാൻഡിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഹാൻഡിൽ വെക്കാനും വേണ്ടിയിട്ട് നമുക്കിവിടെ ഹാൻഡിലിൻ്റെ കൂടെ തന്നെ വാഷറും കൂടെ ഉണ്ട്. വാഷർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചൂടടിക്കുന്ന സമയത്ത് നല്ല ഹീറ്റൊക്കെ വരുമ്പം നമ്മുടെ പ്രഷർ കുക്കറിലുള്ള ഹീറ്റ് നമ്മുടെ ഹാൻഡിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്തങ്ങ് വെക്കാൻ പറ്റും. വലിയ പാടൊന്നുമുള്ള കാര്യമൊന്നുമല്ല. നല്ല മുറുകിയിരിക്കുകയും ചെയ്യും, ഇളകി പോകുന്നൊന്നും ഒരു പേടിയും വേണ്ട. ഇനി നമുക്ക് നമ്മുടെ മോഡിയുടെ ഹാൻഡിൽ വെക്കാം. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വാഷറൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ്ലി വെക്കാം. അത് ഒരു സ്പെഷ്യൽ രീതിക്കൊക്കെ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അത് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന തന്നെയാണ്. അത് നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എളുപ്പം തന്നെ നമ്മൾ സ്ക്രൂ ഇട്ട് ഒന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് കയറി പോകുന്നുണ്ട്. വലിയ ടഫൊന്നുമല്ല. പക്ഷേ ഇടുമ്പം കറക്റ്റായിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടും. ഇടുമ്പോൾ ആ കറക്റ്റ് ഹോളിനകത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോകും. ഇടയ്ക്കൊന്നും വരുന്നില്ല കേട്ടോ, നല്ല ടൈറ്റായിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പം ഇനി ഇതാണ് നമ്മുടെ 3 ലിറ്ററിൻ്റെ പ്രഷർ കുക്കർ. അപ്പം ഇതിനകത്തേക്കും സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും വീണ്ടും കാണിച്ചാൽ ബോറടിപ്പിക്കുന്നില്ല. അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മുന്നേ നീങ്ങി പൊക്കോലോ. അപ്പോൾ ഇത് 5 ലിറ്ററിൻ്റെ ആണ്. 5 ലിറ്ററിൻ്റെത് അത് സെപ്പറേറ്റ് ആണ് വെച്ചേക്കുന്നത്. 5 ലിറ്ററിൻ്റെ വന്നിട്ട് നമ്മുടെ പ്രഷർ കുക്കറിന് 2 ഹാൻഡിലുണ്ട്. ഒരു ചെറിയ ഹാൻഡിൽ, ഒരു വലിയ ഹാൻഡിലും. അപ്പോൾ വലിയ ഹാൻഡിലിൻ്റെ ആ വാഷർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സ്റ്റീലിൻ്റെ ഒരു കോട്ടിങ്, സ്റ്റീലാണെന്ന് തോന്നുന്നു. നേരത്തെ നമ്മളെടുത്ത അലുമിനിയം കോട്ടിംഗ് ഒക്കെ ഉള്ള ഒരു അലുമിനിയത്തിൻ്റെ ആണ്, പക്ഷേ തൊട്ടിട്ട് സ്റ്റീൽ പോലെയൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഇതും പെട്ടെന്ന് തന്നെ നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഒരു ചെറിയ ഹാൻഡിലുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ഭാഗത്താണ് പിടിപ്പിച്ച് കൊടുക്കാൻ കണ്ടു. പെട്ടെന്ന് തന്നെ നമുക്ക് വെക്കാൻ പറ്റും. ആ കറക്റ്റ് ഹോളിൽ തന്നെ വെക്കണമെന്നേ ഉള്ളൂ. എങ്കിൽ കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെക്കാൻ പറ്റും. ഇനി ഒരു സാധനം കൂടിയേ ഉള്ളൂ, നമ്മുടെ മോഡിയുടെ ഹാൻഡിൽ, 5 ലിറ്ററിൻ്റെ മോഡിയുടെ ഹാൻഡിൽ. അതും പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഒരു കസ്റ്റമർ റിവ്യൂ, എനിക്ക് അടുത്തറിയാവുന്ന ഒരാളുടെ കസ്റ്റമർ റിവ്യൂ കേട്ടിട്ട് വാങ്ങിയതാണ്. പുള്ളിക്കാരിയുടെ സിസ്റ്ററും ഒരു 3 ഇയേഴ്സായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. യാതൊരുവിധ പ്രശ്നവും ഇല്ല. അപ്പോൾ ഇതിൽ നമ്മുടെ 3 ലിറ്ററിൻ്റെയും 2 ലിറ്ററിൻ്റെയും ഒരേ ഒരു മോഡി ഉള്ളതുകൊണ്ട് അതിൻ്റെ വാഷർ മാത്രം ചേഞ്ച് ചെയ്യേണ്ടിയേ വന്നിട്ടുള്ളൂ. വേറെ യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. നമുക്ക് നല്ല ലാഭമായിട്ട് തന്നെയാണ് കിട്ടുന്നത്. കാരണം ഇത്രയും ലോ കോസ്റ്റിൽ നമുക്ക് എന്തായാലും കടയിൽ പോയിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിന് തന്നെ ഇത് 1000-ന് മുകളിൽ പോകുന്നുണ്ട്. പക്ഷേ ഇത് എന്താ പറയുക, ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് 3 എണ്ണം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് ലോ കോസ്റ്റ് ആണെന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ ക്വാളിറ്റിക്കൊന്നും യാതൊരുവിധ കുഴപ്പവും ഇല്ല. കറക്റ്റ് ക്വാളിറ്റിക്കുള്ള സാധനം തന്നെയാണ്. ഇതിൻ്റെ എന്താ പറയുക, നമ്മൾ നോർമൽ വാങ്ങുന്ന പ്രഷർ കുക്കറിൻ്റെ, അലുമിനിയം പ്രഷർ കുക്കറിൻ്റെ അത്രയും വെയിറ്റ് ഉണ്ട്. അതിൻ്റെ മുകളിലുള്ള വെയിറ്റിനും അത്രയും തന്നെ വെയിറ്റ് ഉണ്ട്. യാതൊരുവിധ കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഞാനിത് 1449 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ വേണമെന്നുള്ളവർ ആമസോണിൽ കയറി ഇത് പർച്ചേസ് ചെയ്യുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയുടെ റിവ്യൂസ് കമൻസ് ആയിട്ട് ഇടാൻ മറക്കരുത്. അപ്പോൾ ഒരു പുത്തൻ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.